എല്ലാ പ്രിയപ്പെട്ടവർക്കും പീസ് ലവേഴ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയരെ, ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞു. ഇനി വീണ്ടും അടുത്ത വർഷം ഡിസംബർ 25-ന് പുൽക്കൂടുകൾ ഒരുക്കി, നക്ഷത്ര വിളക്കുകൾ തൂക്കി, കരോൾ ഗാനങ്ങൾ പാടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ നാം കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്, യേശുക്രിസ്തു ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. പ്രിയരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യേശുക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാർ, ആട്ടിടയന്മാർ, രാജാക്കന്മാർ വരെ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിയായ സന്തോഷം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഒരു ഭാഗത്ത് വളരെയധികം സന്തോഷമുണ്ടായി, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് പ്രതികൂലങ്ങളും ഉയർന്നു വന്നു. യേശു കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ഹെരോദാവ് പദ്ധതികൾ തയ്യാറാക്കി. അതൊന്നൊക്കെ ദൈവം ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചു. പ്രിയരെ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് അധികം പ്രയാസങ്ങൾ കടന്നു വന്നിരിക്കാം, പ്രതികൂലങ്ങൾ കടന്നു വന്നിരിക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ ഇതൊന്നൊക്കെ നമ്മളെ വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. ആയതിനാൽ ഇതുവരെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശു കടന്നു വന്നിട്ടില്ല എങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്തമായൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തീർച്ചയായും കഴിയും. ആ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക.